ഒരു മനുഷ്യൻ മരിച്ചിട്ട് ആ മനുഷ്യന്റെ ദർഗ കെട്ടിപ്പൊന്തിച്ച് ആ ദർഗയിൽ പടച്ചതമ്പുരാനെ ആരാധിക്കേണ്ടതിന് പകരം, പ്രപഞ്ചനാഥനെ ആരാധിക്കേണ്ടതിന് പകരം ആ ശൈഖിന്റെ ദർഗയിൽ പൂര ഉത്സവം കൊണ്ടാടിയ ദിവസമായിരുന്നു ഒന്ന്. രണ്ടാമത്തത് അന്ന് ഗണപതി പൂജയായിരുന്നു ഗുജറാത്തിൽ. രണ്ട് മതവിഭാഗങ്ങളും ചെയ്ത പ്രവൃത്തി ഒന്നാണ്, അഥവാ ദൈവത്തോടുള്ള ധിക്കാരമാണ്. ദൈവത്തിന്റെ വായു ശ്വസിച്ച്, ദൈവത്തിന്റെ വെള്ളം കുടിച്ച്, ദൈവം നൽകിയ കൈകൊണ്ട് പിടിച്ച്, ദൈവം നൽകിയ കാലുകൊണ്ട് നടന്ന്, ദൈവം നൽകിയ അനുഗ്രഹീതമായ ഭൂമിയുടെ പിറകിൽ ജീവിച്ച്, ഈ ജീവജാലങ്ങൾക്കിടയിൽ അതീവ ബുദ്ധി നൽകി, അതീവ സാമർഥ്യം നൽകി, ആ ദൈവത്തിന്റെ പരിപക്വമായ കരപരിരാളനയിൽ വളർന്നു വന്ന മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടികളെ ആരാധിച്ചപ്പോ ദൈവം അവനെ ഒന്ന് പിടിച്ചുകുലുക്കി. പറയുക പ്രവാചകരെ, മാനവരാശി അറിയിക്കുക പ്രവാചകരെ, മനുഷ്യകുലത്തെ മുഴുവനായി അറിയിക്കുക പ്രവാചകരെ. എന്തറിയിക്കുക? അവർ ഭൂമിയിലൂടെ നടന്നു നോക്കട്ടെ. എങ്ങനെയാണ് ഓരോ ജനത നശിപ്പിക്കപ്പെട്ടത് എന്ന്, എന്തിന്റെ പേരിലാണ് ആ ജനത നശിപ്പിക്കപ്പെട്ടത് എന്ന് കണ്ടോ? ഭൂകമ്പങ്ങളും പ്രതിഷേധങ്ങളും ഭൂമികുലുക്കങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ അതീവ ഗുരുതരമായ ശിക്ഷാ നടപടികൾ, ദൈവത്തിന്റെ ശിക്ഷാ നടപടികൾ, അത് നടന്ന് അത് കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളെ മനുഷ്യരെ നിങ്ങൾ പഠിക്കണമെന്ന് ഖുർആൻ പ്രത്യേകം പറയുന്നു. എന്തിന്? എന്തുകൊണ്ടാണ് ആ ജനത ഇത്രയേറെ ശിക്ഷിക്കപ്പെട്ടത് എന്ന് അത് പ്രത്യേകം ആലോചിക്കണം. ഈ 100 കൊല്ലക്കാലത്തിനിടയിലുണ്ടായ ഭൂകമ്പങ്ങളുടെ ചാർട്ടുകൾ ഒരുപക്ഷെ ഇന്നത്തെ പത്രത്തിലുണ്ടായേക്കാം. നിങ്ങൾ പരിശോധിക്കുക, ഇറാൻ എന്തുകൊണ്ട് അടിക്കടി ഭൂകമ്പങ്ങളെ, ശാസ്ത്രകാരൻ പറയപ്പെടുത്ത മണ്ണിന്റെ തകരാറാണ് പറഞ്ഞേക്കാം. അവൻ എന്തുകൊണ്ട് തുർക്കി അടിച്ച് തകർക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് ഒരുപക്ഷെ ശാസ്ത്രകാരൻ അവന്റെ ഞൊണ്ടി ന്യായങ്ങൾ ഉണ്ടാകാം. എന്തുകൊണ്ട് ലത്തൂറും ഗുജറാത്തും അതുപോലെയുള്ള പ്രദേശങ്ങൾ അതിശക്തമായി കുലുങ്ങി എന്ന് ചോദിച്ചാൽ, 1906 എന്തുകൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിൽ ഭൂകമ്പമുണ്ടായി എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞേക്കാം ഒരുപക്ഷെ അത് ഭൂമിയുടെ കനക്കുറവ് ഉണ്ടാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾക്കുണ്ടാകാം എന്നവൻ പറഞ്ഞേക്കാം. എന്തുകൊണ്ടാണ് ആർമീനിയയിൽ ഭൂകമ്പമുണ്ടായത് എന്ന് ശാസ്ത്രകാരനോട് ചോദിച്ചാൽ അവനത് കാരണങ്ങൾ പറഞ്ഞേക്കാം. അതെ, അവന് പല കാരണങ്ങളുണ്ടാകാം. നിങ്ങൾക്കറിയാം, നമ്മുടെ ആസാം എന്ന് പറയുന്ന പ്രദേശം, ആസാമിൽ നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ഹിമാലയ പർവ്വതം, ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്ക് തിരിച്ചുവിട്ടൊരു ഭൂകമ്പമുണ്ടായി. ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്ക് തിരിച്ചുവിട്ടൊരു ഭൂകമ്പം, ഹിമാലയ പർവ്വതം 100 അടി ഉയർന്നു പോയ ഒരു ഭൂകമ്പം. എപ്പോ? 1980-കൾക്ക് ശേഷം, 18-ാം നൂറ്റാണ്ടിന് 19-ാം നൂറ്റാണ്ടിനും ഇടയിൽ. എങ്ങനെ? അങ്ങോട്ടൊഴുകിക്കൊണ്ടിരുന്ന ബ്രഹ്മപുത്ര തിരിച്ചിങ്ങോട്ടൊഴുകുക. മനുഷ്യന് ചിന്തിക്കാൻ പറ്റുമോ? മനുഷ്യന്റെ നിയന്ത്രണത്തിലാണോ അത്? മനുഷ്യരെ നിങ്ങൾ ദുർബലര്, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ആരോ ആണ്. ഓടിയില്ലേ? ഏത് ശാസ്ത്രകാരന് നെഞ്ചും വിരിച്ച് നിൽക്കാൻ പറ്റും? ആർക്ക് നിൽക്കാൻ പറ്റും? ആർത്തിരമ്പുന്ന തിരമാലകളുടെ മുമ്പിൽ ആർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കും? ഒരു കാറിന്റെ മുകളിൽ ഒരു തിരമാല വന്നടിച്ചിട്ട് കിലോമീറ്ററുകൾ അകലെ കാറ് തെറിച്ച് അങ്ങ് ഒരു മനുഷ്യന് പോലും എത്തപ്പെടാത്ത വിധത്തിൽ അടിച്ച് തൂഫാനാക്കി 6 പേരാണ് ആ കാറിൽ കിടന്ന് മരിച്ചത്. എന്തേ കാരണം? ആലോചിക്കണം. എന്താ ഇത്? എന്താ ഈ പ്രതിഭാസം? വിശദീകരണങ്ങൾക്ക് ഒതുങ്ങാത്ത പ്രതിഭാസം. വിശുദ്ധ ഖുർആൻ പറയും, ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ വളരെ വ്യക്തമായ സൂക്തമാണ് 42-ാമത്തെ സൂക്തം. മനുഷ്യരെ, ഖുൽ സീറൂ ഫിൽ അർദ് ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബൽ കാന അക്സറുഹും മുശ്രിക്കീൻ. ഭൂമിയിൽ ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങിയ ജനതയെ നിങ്ങൾ പഠിക്കുക. കപ്പ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയെ പോലും മനുഷ്യരെന്ന മഹാവ്യക്തിത്വങ്ങൾ ആരാധിക്കുന്നവർ ആ നാട്ടിലുണ്ടായിരുന്നു എന്നർത്ഥം. ദൈവികമായ വേദഗ്രന്ഥത്തിന് അതിന് കൃത്യമായ മറുപടികളുണ്ട്. ആ മേഖലകളിൽ മനുഷ്യർ രക്ഷപ്പെട്ടിട്ടുണ്ടോ? അതിന്റെ പേരിൽ അവരെ ശിക്ഷിച്ചിട്ടില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം, പാർഷ്വാലിറ്റി ഇല്ലാതെ പരിശോധിക്കാം. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഭൂമിയിൽ നശിപ്പിക്കപ്പെട്ട പ്രദേശങ്ങൾ പൂർണ്ണമായി നിങ്ങൾ പരിശോധിച്ചു നോക്ക്. നിങ്ങൾക്കൊരു യാഥാർത്ഥ്യം പ്രത്യേകമായി നിയലിച്ച് കാണാം. കാന അക്സറുഹും മുശ്രിക്കീൻ. അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ദൈവേതര ശക്തികളെ ആരാധിക്കുന്നവരായിരുന്നു. അമ്പിയാക്കളെ, മഹാന്മാരെ, ദൈവത്തിന്റെ സൃഷ്ടികളെ, കല്ല്, മുള്ള്, മുരട്, മൂർഖൻപാമ്പ്, കാഞ്ഞിരക്കുറ്റി, ആൽത്തറകൾ, മക്ബറകൾ, ജാറങ്ങൾ, പുണ്യപുഷ്പങ്ങൾ, മണ്ഡപങ്ങൾ, ശ്രീകോവിലുകൾ, ആൽത്താരകൾ, ഇതൊക്കെ ആരാധിക്കുന്ന മനുഷ്യരായിട്ട് നിങ്ങൾക്ക് അവരെ കാണാം. അതിന്റെ പേരിലാണ് ഏതൊരു ജനതയെയും ദൈവശിക്ഷ പിടികൂടിയിട്ടുണ്ടോ അതിന്റെ പേരിലാണ് കൂടുതലായവരെ ശിക്ഷിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയും.
ഇനി ഖുർആൻ ഈ പറഞ്ഞത് അധികപ്പറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പഠിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ. ഇന്നത്തെ പത്രം മാത്രം നിങ്ങൾ എടുത്തു വായിച്ചു. ഇന്നലെയും ഇന്നുമായി നടന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബഹുദൈവത്വത്തിൽ അധിഷ്ഠിതമായ ആചാരങ്ങൾ, ഞാനിത് തുറന്നു പറയുന്നത് മാനവതയെ ഒന്നടങ്കം സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു മതഗ്രന്ഥത്തിന്റെ അനുയായി എന്ന നിലക്ക്, ഹിന്ദു വേറെ, മുസ്ലിം വേറെ, ക്രിസ്ത്യാനി വേറെ എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത എനിക്ക് ബാന്ധവാ മാനവാ സർവേ സ്വദേശാഭിമനത്രയം എന്ന ആ താത്വികമായ സന്ദേശത്തിൽ ഇന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും ഫത്തഖൂൻ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ എന്ന് ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 52-ലൂടെ പടച്ച തമ്പുരാൻ പഠിപ്പിച്ചു. മനുഷ്യരെ, നിങ്ങളൊരു ഏക സമുദായമാണ്, നിങ്ങളൊരൊറ്റ സമുദായമാണ്, നിങ്ങളൊരു തറവാട്ടിലെ അംഗങ്ങളാണ്. ഇന്ന റബ്ബുക്കും വാഹിദ് ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും മിൻ ആദം വആദം മിൻ തുറാബ്. നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്, നിങ്ങളുടെ ദൈവം ഒന്നാണ്. ഹിന്ദുവിന്, മുസ്ലിമിന്, ക്രിസ്ത്യാനിക്ക്, ജൈനന്, ബൗദ്ധന് വേറെ വേറെ ദൈവങ്ങളില്ല. ഇല്ല ഇല്ല, സത്യം ഇല്ല. അതാണ് പ്രപഞ്ചത്തിന്റെ സത്യം. അത് മാത്രമാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സത്യം. ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഈ കണ്ടതൊന്നും കളിയല്ല, ഈ കണ്ടതൊന്നും തമാശയല്ല. ഈ രാമനാട്ടുകരയിൽ ഈ ഡിസംബർ 27 എന്നത് ദൈവം തമ്പുരാൻ കനിഞ്ഞരുളിയിട്ടുള്ള ഒരു ഗിഫ്റ്റായിട്ട് ജനങ്ങളോട് ചിലത് പറയാൻ എനിക്ക് അല്ലാഹു നൽകിയ ഒരു അപാരമായ സന്ദർഭമായി ഞാനിതിനെ കാണുന്നു. ഇതിന്റെ സംഘാടകർക്ക് അത്തരമൊരു ചിന്ത ഇട്ടുകൊടുത്തത് പടച്ച തമ്പുരാന്. ഒരു പ്രദേശത്തെങ്കിലും ഈ ഒരു ശബ്ദം കേൾക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കാന അക്സറുഹും മുശ്രിക്കീൻ. ജോൺ മാർഷൽ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പഠിച്ചിട്ട് ഒരു വാചകം അദ്ദേഹം ഇങ്ങനെ എഴുതി ചേർക്കും. ചരിത്രത്തിന്റെ ഭാഗമായി ഈ ജനത അഥവാ സിന്ധു നദീതട സംസ്കാരത്തെ, മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരത്തെയൊക്കെ പരിശോധിക്കുമ്പോൾ തകർന്ന് തരിപ്പണമായി മണ്ണോട് മണ്ണ് ചേർന്ന് കിടക്കുന്നത് കാണുമ്പോൾ അതൊരു കേവലമായ വൈദേശിക ആക്രമണത്തിലൂടെ തകർക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധ്യമല്ല. അതൊരു ദൈവിക ശിക്ഷയാകാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നില്ല എന്ന്. ലോകത്ത് എവിടെ നിന്നൊക്കെ കുഴിച്ചെടുക്കപ്പെട്ടിട്ടുണ്ടോ ആ സംസ്കാരങ്ങൾ അത്രയും നിങ്ങൾ പരിശോധിച്ചോ. കാനാക്തറുഹും മുശ്രിക്കീൻ. അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും മുശ്രിക്കായിരുന്നു. ഇന്ന് പത്രങ്ങളിലെ വാർത്തകൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. കടലമ്മയെ ആശ്രയിച്ചു നിൽക്കുന്ന മനുഷ്യന്മാർ. അങ്ങനെ ഒരു അമ്മയുണ്ടോ? അങ്ങനെ ഒരു അമ്മയുണ്ടോ? എങ്കിൽ ഹിന്ദു കടലമ്മ, മുസ്ലിം കടലമ്മ എന്നൊരമ്മയുണ്ടോ? ശുദ്ധമായ വിവരക്കേടാണ് മാനവരാശിയുടെ മുമ്പിൽ വിതറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. കടലി എന്ന് പറയുന്ന അങ്ങനെ ഒരു അമ്മയാണ്, ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രം. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് മാത്രമാണോ? കടലെന്ന് പറയുന്നത് ഈ ഭൂമിയുടെ രൂപീകരണത്തെ പറ്റി അറിയാവുന്നവർക്ക്, ശാസ്ത്രീയമായി പഠിച്ച ആളുകൾക്കറിയാം. ഭൂമിയും ആകാശവും എങ്ങനെ രൂപപ്പെട്ടു എന്ന് ശാസ്ത്രീയമായി പഠിച്ച ഒരു ഹിന്ദു വിദ്യാർത്ഥിയോട് ചോദിക്കും. കടലമ്മയെ അങ്ങനെയായി ആ കടലമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ, അതിനോളം വലിയ തിന്മ ഈ ലോകത്ത് വേറെയില്ല. സ്വന്തം അച്ഛൻ എന്ന് വിളിക്കാത്ത, ജന്മം നൽകിയ സ്വന്തം അമ്മയെ അമ്മയായി കാണാത്തത് നന്ദികേടാണ് എന്ന് ലോകത്തെല്ലാവരും പറയില്ലേ? വിജ്ഞാനമുള്ളവർ, വിവരമുള്ളവർ എല്ലാവരും പറയില്ലേ? മാതാവിന്റെ പൊക്കിൾ